ടേസ്റ്റി ആയിട്ടുള്ള ഈ കാവത്ത് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കിലോ കാവത്ത് കറി ഉണ്ടാക്കാൻ 1 കിലോ കാവത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്, 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളിയുടെ അല്ലികൾ, 3 സവാള. ഇവയെല്ലാം നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടാണ് നമുക്ക് കറി ഉണ്ടാക്കേണ്ടത്. ചീനിച്ചട്ടിയിൽ ഇത്ര എണ്ണ ഒഴിച്ച്, ഒരു 3/4 പാവോളം എണ്ണ ഒഴിച്ച് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാവത്ത് കഷ്ണങ്ങളെ ഇട്ടുകൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേകുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവും ഒരു ഫ്രൈ ആയ പോലെ, അതിൻ്റെ പച്ചക്കൊക്കെ ഒന്ന് പോയ പോലെ എനിക്ക് തോന്നും. 10 മിനിറ്റ് ആകുമ്പോൾ നല്ലൊരു ഫ്രൈ ആയി കിട്ടും. നമുക്കിത് ഇങ്ങനെ മാറ്റിയെടുത്തതാണ് വന്നത്. പിന്നെ നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും ജീരകവും ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ നല്ല ജീരകവും 1/2 സ്പൂൺ വലിയ ജീരകവും 1/2 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരുന്നത്. അത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ മാത്രമേ നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് മസാല ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കണം. മുളകും മഞ്ഞളും ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തക്കാളി ഒന്ന് വരുന്നത് വരെ, മസാല ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തക്കാളി ഇട്ട് മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കാവത്തും മസാലയും കൂടി ഒന്നിച്ചിട്ട് ഒരു വിസിലെടുത്താൽ മതി. 3 കപ്പ് വെള്ളവും ഒഴിച്ച് ഞാൻ കാവത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ കുക്കറിലേക്ക് മാറ്റി ഒരു വിസിലെടുക്കാൻ പോവുകയാണ്. കുക്കറിൽ വേവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിൽ തന്നെ വേവിച്ചതുകൊണ്ടും ചീനച്ചട്ടി തന്നെ മൂടി വെച്ച് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. കുക്കറിൽ വേവിക്കുന്നതാണ് പെട്ടെന്ന് വേവാനായിട്ട് നല്ലത്. വിസിലൊക്കെ വന്ന കുക്കറിൽ നമ്മളെ കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും ഇട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു കട്ടിയിലാണ് കറി വന്നിട്ടുള്ളത്. കട്ടിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കാവത്ത് കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കാവത്തൊന്നും ചൊറിച്ചിലോ ഒന്നും അനുഭവപ്പെടുകയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.